ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. സോ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ അയാൾ മറ്റൊരാൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോണിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സം ഗൂഡ്സ് ആൻഡ് സർവീസും ക്രെഡിറ്റിന് വേണ്ടിയിട്ടോ ഗ്യാരണ്ടി നിൽക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗ്യാരണ്ടി ഓഫ് കോൺട്രാക്റ്റ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 126, എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് എ contract to perform the promise of discharge the liability of the third party in case of his default. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഡിഫോൾട്ട് അല്ലെങ്കിൽ അയാൾ ചെയ്യാം. ഇപ്പോൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ കടം തിരിച്ചു കൊടുക്കുന്ന നിർബന്ധമാണ്. പക്ഷേ ആ കടത്തിന് ഞാനാണ് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അയാളുടെ കടം അല്ലെങ്കിൽ അയാൾ വാങ്ങിയ കടം തിരിച്ചു കൊടുക്കേണ്ട അവകാശമാണ്, അധികാരമല്ല, ലയബിലിറ്റി എനിക്ക് വരും. അപ്പോൾ അത് ഏറ്റെടുക്കുന്നവനാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുക. സോ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്റ്റ് ടു പെർഫോം ദി പ്രോമിസ്. തേർഡ് പാർട്ടിയുടെ പ്രോമിസ് ചെയ്യുക എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന ആൾ. വെൻ ദ തേർഡ് പാർട്ടീസ് ഡിഫോൾട്ട് ഈസ് ഡ്യൂട്ടി. അപ്പോൾ തേർഡ് പാർട്ടി അയാളുടെ ഡ്യൂട്ടി ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ അറിയേണ്ട കേസുകൾ. ദ പേഴ്സൺ ഹു ഗീവ് ദ ഗ്യാരണ്ടി ഈ കോൾഡ് ഷുവേർട്ടി. അപ്പോൾ ആരാണ് ഗ്യാരണ്ടി കൊടുക്കുന്ന ആൾ? അയാളെ പേരാണ് ഷുവേർട്ടി എന്ന് പറയും. ദ പേഴ്സൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂസ് ദ ഡിഫോൾട്ട് ഈസ് ഗ്യാരണ്ടീഡ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആർക്ക് വേണ്ടിയിട്ടാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് അതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇപ്പോൾ നമ്മൾ പറയും കടം വാങ്ങുന്ന ആളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് വേണ്ടി പറയാം. ദെൻ ദി പേഴ്സൺ whom the guarantee is given is called creditor. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാരണ്ടി നിന്ന് കൊടുക്കുന്നത്? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇയാൾ പൈസ തന്നില്ലെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ ക്രെഡിറ്റർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രെഡിറ്റർക്ക് ഒരു ഷുവേർട്ടി കൊടുക്കുകയാണ്. നമ്മളെ ബി എന്നൊരാൾ ക്രെഡിറ്ററെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബിക്ക് പകരം ഞാൻ പൈസ തരാം, ബി പൈസ തന്നില്ലെങ്കിൽ. അതാണ് കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഉണ്ട് ഇവിടെ തന്നെ. എന്നൊരാൾ എന്ത് ചെയ്തു? ബിക്ക് ലോൺ കൊടുത്തു 10,000 രൂപ വിത്ത് റിക്വസ്റ്റ് ഓഫ് അല്ലെങ്കിൽ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് സിയുടെ റിക്വസ്റ്റ് പ്രകാരം. ആൻഡ് സി പ്രോമിസ് ടു എ ദാറ്റ് ഹീ വിൽ പേ ദ എമൗണ്ട് ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് റീപെയ്ഡ് ബൈ ദി ബി അത് തിരിച്ച് നൽകിയില്ലെങ്കിൽ ആ തുക ഞാൻ തരാം, സി എക്ക് നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ആരൊക്കെ എന്തൊക്കെയോ നോക്കാം. ഈ കോൺട്രാക്റ്റിലെ എ എന്ന വ്യക്തിയാണ് ക്രെഡിറ്റർ എന്ന് പറയും. ബി ആണ് ആർക്കാണ് പൈസ കിട്ടിയ ആൾ, അയാൾ നമുക്കെന്ന് പറയാം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയാം. ദെൻ സീന് എന്ത് പറയാം? ഷുവേർട്ടി എന്നും പറയാം. ദെൻ നേച്ചർ ഓഫ് കോൺട്രാക്ട്സ്. അപ്പോൾ കോൺട്രാക്റ്റ് ഗ്യാരണ്ടിയിലെ നേച്ചർ എന്തൊക്കെയാണ് അറിയേണ്ട കേസുകളാണ്. ഫസ്റ്റത്തെ കേസ് 3 പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ കോൺട്രാക്റ്റ് ഗ്യാരണ്ടിയിൽ 3 ആൾക്കാരുള്ളത്. ഒന്ന് ക്രെഡിറ്റർ, ദെൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഷുവേർട്ടി. അപ്പോൾ 3 പേരാണ് അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഗ്യാരണ്ടിയിൽ ഉള്ളത്. ദെൻ 3 കോൺട്രാക്റ്റുകളുണ്ട്. ആരൊക്കെ തമ്മിലാണ്? ഫസ്റ്റത് ബിറ്റ്വീൻ ദി ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അവരാണല്ലോ ആദ്യത്തെ പൈസ ഇടപാട്. ദെൻ ബിറ്റ്വീൻ ദി ഷുവേർട്ടി ആൻഡ് ക്രെഡിറ്റർ, ഷുവേർട്ടി പറഞ്ഞു ബി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പൈസ തന്നില്ലെങ്കിൽ ആ തുക അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തുതരാമെന്ന് പറയുന്ന ആൾ. ദെൻ ബിറ്റ്വീൻ ദി ഷുവേർട്ടി ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ദെൻ അടുത്തതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, കപ്പാസിറ്റി ടു ദി കോൺട്രാക്റ്റ്. നമുക്ക് അറിയുന്നൊരു കേസ് വെച്ചാൽ എല്ലാ കോൺട്രാക്റ്റിലും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പറ്റുള്ളൂ. ഓൾ ദ പാർട്ടീസ് to create a valid contract, all the party must be competent to the contract. അപ്പോൾ എല്ലാ പാർട്ടീസും എന്ത് ചെയ്യണം? ഒരു കോൺട്രാക്റ്റിലേക്ക് കോമ്പീറ്റ് ചെയ്യുക ആൾക്കാർ തന്നെ ആയിരിക്കണം. ബട്ട് ഇൻ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ മെ നോട്ട് ബി ദ പേഴ്സൺ ടു കോമ്പീറ്റ് ടു ദി കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ചിലപ്പോൾ എന്തിരിക്കും? പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പറ്റുന്ന ഒരാളായിരിക്കാൻ ഹി മൈറ്റ് ബി ഇൻകോമ്പീറ്റൻറ്റ് ടു ദി കോൺട്രാക്റ്റ്. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ കോൺട്രാക്റ്റിലേക്ക് ഇൻകോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും. എങ്കിൽ പോലും
The surety must know that he is incompetent to the contract before he enter into contract of guarantee. In such case, the surety is regards as a principal debtor and he is personally liable to pay the debt. അപ്പോൾ ഇവിടെ ഒരു കേസ് ഇത്രയുള്ളൂ. നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്താണ്, മൈനറാണ്. ആ മൈനറാണെന്നുള്ള കാര്യം നമ്മളെ ഷുവേർട്ടിക്ക് അറിയുകയാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരായി മാറും, നമ്മൾ ഷുവേർട്ടി ആയിട്ട് മാറും. പിന്നെ ആ പൈസ വാങ്ങിയ മൈനറായതും മൈനർ നമ്മൾ ആ കോൺട്രാക്റ്റിൽ നിന്ന് മാറ്റി വെച്ചു. ഓൾദോ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് മൈനർ ഓർ ലിംഗ്വിസ്റ്റിക് ഈസ് നോട്ട് ലേബിൾ ടു പേ ദ എനിത്തിങ്. അപ്പോൾ ഇവിടുത്തെ കേസ് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന ആൾ എന്തായിരിക്കണം, ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പീറ്റൻറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം. ഇൻ കേസ് ഇയാൾ കോമ്പീറ്റൻറ്റഡ് അല്ലെങ്കിൽ ആ കേസ് നമ്മളെ ഷുവേർട്ടിക്ക് അറിയുന്നതാണെങ്കിൽ പിന്നെ ഷുവേർട്ടിയും ആ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്ററായിട്ട് മാറും. അപ്പോൾ പിന്നെ ഷുവേർട്ടിനെ എന്ത് ചെയ്യണം, അയാൾ തന്നെ സ്വയം പേഴ്സണലി ലൈബിൾ ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ദി മണി. ദെൻ ദി കോൺട്രാക്ട് ബിറ്റ്വീൻ ദി ക്രെഡിറ്റർ ആൻഡ് ഷുവേർട്ടി ഈസ് ട്രീറ്റഡ് ആസ് എ പ്രൈമറി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് നോട്ട് കൊളാട്രൽ. അപ്പോൾ ക്രെഡിറ്ററിൻ്റെയും ഷുവേർട്ടീൻ്റെയും കോൺട്രാക്റ്റിനെ ഒരു നമ്മൾ പ്രൈമറി ആയിട്ട് കണക്കാക്കുന്നു, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റും നോട്ട് കൊളാട്രലായിട്ട് കണക്കാക്കുന്നു. ദെൻ കൺകറൻസ് അടുത്ത നേച്ചറാണ്. കൺകറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ 3 പാർട്ടീസിൻ്റെയും കൺസെൻറ്റ് വേണം നമുക്ക് തുടങ്ങുമ്പോൾ. സോ ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി റിക്വയർ ദി കൺകറൻസ് ഓഫ് ദി ഓൾ ദി 3 പാർട്ടീസ്. ഇതിനടുത്തത് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റ്. അപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ്സ് ഷുഡ് ബി സ്റ്റാർട്ട് ബൈ ദി റിക്വസ്റ്റ് ബൈ ദി പ്രിൻസിപ്പൽ ഡെപ്റ്റ്. The guarantee is given by the surety at the express or implied request of the debtor. അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ എക്സ്പ്രസ്ഡ് ആയതോ ഇംപ്ലൈഡ് ആയോ റിക്വസ്റ്റ് പ്രകാരമാണ് ഷുവേർട്ടി ഗ്യാരണ്ടി നിൽക്കുന്നത്. ദെൻ ഡെപ്റ്റ്സ് ഓർ ലയബിലിറ്റി. ഇൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദ ഷുവേർട്ടി അണ്ടർടേക്ക് ടു പേ ദി ഡെപ്റ്റ് ഓർ ഡിസ്ചാർജ് എ ലയബിലിറ്റി ഓഫ് തേർഡ് പാർട്ടി ഇൻ കേസ് ഓഫ് ഇസ് ഡിഫോൾട്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയാളുടെ ലയബിലിറ്റിയോ അല്ലെങ്കിൽ അയാൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അത് നികത്തേണ്ട കടമ ആർക്കാണ്, നമ്മൾ ഷുവേർട്ടിക്ക് ആണ്. ദെൻ കൺസിഡറേഷൻ. നമ്മൾ പറയാറുണ്ട് എല്ലാ കോൺട്രാക്റ്റിലും ഒരു കൺസിഡറേഷൻ ഉണ്ട്. ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്ന കേസ് എന്ന് വെച്ചാൽ ദർ മസ്റ്റ് ബി എ കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എന്തുകൊണ്ടായിരിക്കണം, ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഹവർ ദർ ഈസ് എ നീഡ് നോട്ട് ബി എനി ഡയറക്റ്റ് ഓർ സെപ്പറേറ്റ് കൺസിഡറേഷൻ ബിറ്റ്വീൻ ഷുവേർട്ടി ആൻഡ് ക്രെഡിറ്റർ. അപ്പോൾ ഷുവേർട്ടിയുമായിട്ടും ഷുവേർട്ടിയും ക്രെഡിറ്ററുമായിട്ടൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ശരിക്കും കൺസിഡറേഷൻ നടക്കുന്നത് നമ്മുടെ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ഇടയിലാണ് കൺസിഡറേഷൻ നടക്കുന്നത്. ഷുവേർട്ടിയും അതുപോലെ തന്നെ ക്രെഡിറ്ററുമായിട്ടൊരു കൺസിഡറേഷൻ്റെ സ്കോപ്പ് ഇവിടെ ഇല്ല. സോ ദ കൺസിഡറേഷൻ റിസീവ് ബൈ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ മേ ബി സഫീഷ്യൻറ്റ് കൺസിഡറേഷൻ ടു ബി ഷുവേർട്ടി ഫോർ ഗിവിങ് ഗ്യാരണ്ടി. അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ റിസീവ് ചെയ്ത കൺസിഡറേഷൻ തന്നെ മതി ഒരു ഷുവേർട്ടി ഓഫ് ഗ്യാരണ്ടിക്ക് കൺസിഡർ ചെയ്യാൻ. ദെൻ ഫ്രീ കൺസെൻ്റ് ആണ്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റും നമുക്ക് അറിയുന്നതാണ്, ഓൾ കോൺട്രാക്ട് മസ്റ്റ് ബി ഫ്രീ കൺസെൻറ്റ്. സോ ഇൻ കോൺട്രാക്ട് ഗ്യാരണ്ടി ദർ മസ്റ്റ് ബി എ ഫ്രീ കൺസെൻറ്റ് ഓഫ് ഓൾ ദി പാർട്ടീസ് കൺസെൻറ്റ്. അപ്പോൾ ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന എല്ലാ പാർട്ടീസിൻ്റെയും ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഇത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മേ ബി ഇത് ഓറൽ ഓർ റിട്ടേൺ. നമുക്ക് ഇപ്പോൾ പറയേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ഒരു കോൺട്രാക്റ്റ് എപ്പോഴും എക്സ്പ്രസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് പറയാറ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഏതായാലും നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വർക്ക് മീൻസ് വാലിഡ് ആണ് എന്ന് പറയുന്നത്. കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടീസ്. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്തിട്ട് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. സോ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിൽ 3 രീതിയിലുള്ള ഗ്യാരണ്ടീസാണ് ഉള്ളതെന്ന് പറഞ്ഞു. ആദ്യത്തേതാണ് പേയ്മെൻറ്റ് ഫോർ ദി ഡെപ്റ്റ്സ്, കടം വാങ്ങിയതിൻ്റെ ഗ്യാരണ്ടി നൽകുന്നത്. അതുപോലെ തന്നെ പ്രൈസ്, സാധനം കടത്തിന് വാങ്ങിയതിൻ്റെ ഗ്യാരണ്ടി നിൽക്കുന്നത്. അതുപോലെ ഹോണസ്റ്റി, ഫോർ ദി ഹോണസ്റ്റി. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, കടം വാങ്ങിയതിൻ്റെ ഗ്യാരണ്ടി
അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമാണ്, കടത്തിൻ്റെ പേയ്മെൻറ്റിന് നോക്കാം. സോ ഫസ്റ്റത്തേന് ഗ്യാരണ്ടി മേ ബി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഓർ ലോൺ. ഒരു ലോണിനോ അല്ലെങ്കിൽ ഡെപ്റ്റിനോ വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നതാണ് പേയ്മെൻറ്റ് ഫോർ ദി ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് മേ ബി ഈദർ ഫോർ ദി എക്സിസ്റ്റിംഗ് ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെപ്റ്റ്സ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജാമ്യം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി നിൽക്കുക, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഡെപ്റ്റിന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്നത് അല്ലെങ്കിൽ ഗ്യാരണ്ടി നിൽക്കുന്നതിന് പറയുന്നത്. സോ ദ ഗ്യാരണ്ടി ഫോർ ദി എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഈസ് കോൾഡ് retrospective guarantee. If the guarantee for the future debts is called prospective guarantee. Then price in the case for the price, guarantee for the price. A guarantee may be for the payment for the price of the goods sold in the credit. അപ്പോൾ സാധനം കടത്തിന് നൽകിയതിന് വേണ്ടിയിട്ടുള്ള ജാമ്യം അല്ലെങ്കിൽ ഗ്യാരണ്ടി നിൽക്കുന്നതിനാണ് ഗ്യാരണ്ടി ഫോർ ദി പ്രൈസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥതാണ് ഫോർ ദി ഓണസ്റ്റി. ഇത് നമ്മൾ പൊതുവെ വെച്ചില്ലേ, നമ്മളൊരാളെ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കൊണ്ടുപോകില്ലേ, ആ സമയത്ത് നമ്മൾ പറയും ഇവൻ നല്ലൊരാളാണ്, ഇവനെ ഒരു തെറ്റോ കുറ്റങ്ങളൊന്നും ചെയ്യില്ല, ഇയാൾക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയില്ലേ, അതാണ് ഫോർ ദി ഓണസ്റ്റി എന്ന്. ഗ്യാരണ്ടി ഫോർ ദി ഓണസ്റ്റി. എ ഗ്യാരണ്ടി ഫോർ ഗിവൺ ഫോർ ദി ഓണസ്റ്റി ഓർ ഗുഡ് കോണ്ടാക്ട് ഈസ് നോൺ ആസ് ഫിഡിലിറ്റി ഗ്യാരണ്ടി. ദിസ് ഈസ് ജനറലി ഗിവൺ വെൻ പേഴ്സൺ ഈസ് എംപ്ലോയിഡ് ആസ് എ ഏജൻറ്റ് ഓർ സെർവൻറ്റ്. അപ്പോൾ ഒരാളെ ഏജൻ്റായിട്ടോ സെർവൻ്റായിട്ട് വെക്കുന്ന സമയത്ത് അയാൾ ഗുഡ് കോണ്ടാക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി ഫോർ ദി ഓണസ്റ്റി എന്ന് പറയുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസാക്ഷനിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ സിമ്പിൾ ആൻഡ് സ്പെസിഫിക്. അപ്പോൾ സിമ്പിൾ ആൻഡ് സ്പെസിഫിക് എന്നാൽ നമ്മൾ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ഗ്യാരണ്ടി നിൽക്കുന്നതാണ് സിമ്പിൾ ആൻഡ് സ്പെസിഫിക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. When a guarantee is given in respect of single debt or specific transaction, it is called specific or simple guarantee. അപ്പോൾ ഒരു കടം വാങ്ങുന്നതിനോ ഗ്യാരണ്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ ഗ്യാരണ്ടി നിൽക്കുന്നതിനാണ് സിമ്പിളാണ് സ്പെസിഫിക് എന്ന് പറയാം. അപ്പോൾ ആ ഒരൊറ്റ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരൊറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടി ചെയ്യുന്ന ആളുടെ ഷുവർട്ടീൻ്റെ ലയബിലിറ്റി എന്ത് ചെയ്തു, ഡിസ്ചാർജായി. So it comes in an end when the guarantee debt is fully discharged or the promise is duly. അപ്പോൾ പ്രോമിസ് കറക്റ്റായിട്ട് അയാൾ നീട്ടിയിട്ടുണ്ടെങ്കിൽ മീൻസ് അയാൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അയാൾ ഡ്യൂട്ടി, അതായത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കടം വാങ്ങി ആ കടം വാങ്ങിയ പൈസ തിരിച്ചു നൽകി, അതോടെ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു, ക്ലോസ് ആയി. പിന്നെ ഒരിക്കലും ഷുവർട്ടിക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ലയബിലിറ്റി വരുന്നില്ല. സോ അതാണ് സിമ്പിൾ ആൻഡ് സ്പെസിഫിക്. ഒരൊറ്റ ട്രാൻസാക്ഷനിന് വേണ്ടി മാത്രം ഒരു ജാമ്യം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി നിൽക്കുന്നതാണ് സിമ്പിൾ ആൻഡ് സ്പെസിഫിക് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കേസാണ് കണ്ടിന്യൂസ് ഗ്യാരണ്ടി. വെൻ ഗ്യാരണ്ടി ഈസ് എക്സ്റ്റെൻഡ് ടു സീരിയസ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു ഒറ്റ ഒരു ട്രാൻസാക്ഷനിലോ ആണെങ്കിൽ ഇവിടെ നമ്മൾ സീരിയസ് ഓഫ് ട്രാൻസാക്ഷനിലേക്ക് ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു. So the guarantee is given here intend to cover number of transaction over the period. ഒരു സെർട്ടൺ പീരീഡിൻ്റെ ഉള്ളിൽ കുറേ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. The surety liability in case will be continue till all the transactions are completed or till the guarantee is revoked by him for the further future transactions. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ടോട്ടൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് അതുവരെ എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നൊരാൾ ഗ്യാരണ്ടി ടു ബി, അതായത് ബി ഒരു മെർച്ചൻ്റാണ്, ജനറൽ മെർച്ചൻ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ദി എമൗണ്ട് ഓഫ് ₹5,000 ഫോർ എനി ആർട്ടിക്കിൾ സപ്ലൈഡ് ബൈ ഹിം ടു സി. അതായത് അയാൾ സിക്ക് കൊടുക്കുന്ന എല്ലാ ആർട്ടിക്കിളും ഫ്രം ടൈം ടു ടൈം എത്ര സമയത്തായാലും കുഴപ്പമില്ല, ₹5,000 വരെ എക്സ്റ്റെൻഡ് വരെയുള്ള എല്ലാ ആർട്ടിക്കിളിൻ്റെയും ഗ്യാരണ്ടി ആര് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു, ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ദിസ് കോൺട്രാക്ട് ഈസ് എ കണ്ടിന്യൂസ് ഗ്യാരണ്ടി ആസ് ഇസ് എക്സ്റ്റെൻഡ് ടു ദി ആർട്ടിക്കിൾ ദാറ്റ് മേ ബി സപ്ലൈഡ് ഫ്രം ടൈം ടു ടൈം ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 5,000. അപ്പോൾ ₹5,000 വരെയുള്ള എല്ലാ ആർട്ടിക്കിളും സപ്ലൈ ചെയ്യുന്നത് ആര് ഏറ്റെടുത്തിട്ടുണ്ട്, എന്നൊരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ബി സിക്ക് നൽകുന്ന ആർട്ടിക്കിൾസിൻ്റെ എല്ലാ
മീൻസ് ഓരോ സമയം ഉണ്ടാകുന്ന ഓരോ ട്രാൻസാക്ഷൻസ് അടക്കം 5000 രൂപ വരെയുള്ള എല്ലാ എക്സ്റ്റെൻഡ് ടു 5000 രൂപ വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ആരും ഏറ്റെടുത്തിട്ടുണ്ട്, എ എന്നൊരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്യാരണ്ടീൻ്റെ ഒരു ഉദാഹരണമാണ്. റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂസ് ഗ്യാരണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞില്ല. കണ്ടിന്യൂസ് ഗ്യാരണ്ടി എന്താണ്? ഒരു സെർട്ടൻ ലിമിറ്റ് അല്ലെങ്കിൽ സെർട്ടൻ പീരീഡ് വരെ എന്തുണ്ടാവും, ഗ്യാരണ്ടീൻ്റെ ലയബിലിറ്റീസ് ഉണ്ടാവും ആർക്ക്, ഷുവർട്ടിക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് എന്താ ചെയ്യാം, അയാളുടെ ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് തന്നെ ബൈ നോട്ടീസ്. അപ്പോൾ ഷുവർട്ടി എന്ത് ചെയ്യുന്നു, ഷുവർട്ടി ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് അയച്ചിട്ട് അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും അയാൾ ഇതുവരെ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും എന്താണ്, ബാധ്യസ്ഥരാണ്. ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ട്രാൻസാക്ഷന് മാത്രം എന്ത് ചെയ്യുള്ളൂ, അയാളുടെ ലയബിലിറ്റീസ് ഡിസ്ചാർജ് ആവുന്നുള്ളൂ. സോ ഹീ ക്യാൻ ഡിസ്ചാർജ് ഫ്രം ഹിസ് ലയബിലിറ്റി. അതല്ലെങ്കിൽ എന്ത്, ദി കണ്ടിന്യൂസ് ഗ്യാരണ്ടി ക്യാൻ ബി റിവോക്ക് അറ്റ് എനി ടൈം ബൈ ദി ഷുവർട്ടി ഇൻ റിലേഷൻ ടു ദി ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ബൈ ഗിവിങ് എ നോട്ടീസ് ടു ദിസ് എഫക്റ്റ് ടു ദി ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്റർക്ക് ഒരു ലെറ്റർ അയച്ചതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യുക, ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ എന്നുള്ള ഗ്യാരണ്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഡെത്ത് ഓഫ് ഷുവർട്ടി. ഇനി ഷുവർട്ടി മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അയാളുടെ ഗ്യാരണ്ടിയിൽ നിന്ന് അയാൾ റിവോക്കായി മാറി. നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു കോൺട്രാക്റ്റ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്തു, ഓൾഡ് കോൺട്രാക്റ്റ് ഇല്ലാതായി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ കോൺട്രാക്റ്റ് വരുന്നു. അതാണ് നോവേഷൻ. അങ്ങനെ നമ്മൾ പഴയ കോൺട്രാക്റ്റായ കണ്ടിന്യൂസ് ഗ്യാരണ്ടി ചെയ്ത് മാറ്റം വന്നിട്ട് ഒരു സ്റ്റോപ്പ് എത്തിയിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, അതിനെ റെക്ടിഫൈ ചെയ്തു. അതാണ് ഇവിടെ നോവേഷൻ എന്ന് പറയുന്നത്. ഇത് ബൈ റിലീസ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്റർ എന്ത് ചെയ്യും, നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററെ റിലീസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ഗ്യാരണ്ടി ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഷുവർട്ടിക്ക് എന്ത് ചെയ്തു, അയാളുടെ ലയബിലിറ്റിയിൽ നിന്നും ഡിസ്ചാർജ് ആയി എന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റൈറ്റ് ഓഫ് ഷുവർട്ടി. അപ്പോൾ ഷുവർട്ടിക്ക് എത്രത്തോളം റൈറ്റ്സുകളുണ്ടെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെയുള്ള റൈറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ റൈറ്റ്? റൈറ്റ് ഓഫ് സബ്റുഗേഷൻ. സബ്റുഗേഷൻ റൈറ്റാണ് ആദ്യത്തെ ഉള്ളത്. വെൻ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഹാസ് ഡിഫാൾട്ട് making the payment or in performing the guaranteed duty. അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഒരു വീഴ്ച വരുത്താണ്, കൊടുക്കാനുള്ള പൈസയിലോ അതല്ലെങ്കിൽ ചെയ്യാനെന്ന് പറഞ്ഞ ഡ്യൂട്ടിയിലോ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ഷുവർട്ടി ഹാസ് ടു പെർഫോം അല്ലെങ്കിൽ ഷുവർട്ടി ഹാവ് ടു പേ ദി ഡെപ്റ്റ്. സോ ഇവിടെ എന്തുണ്ടായി, നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ചെയ്യേണ്ട കാര്യം ഷുവർട്ടി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെ ഉണ്ടാവുന്ന റൈറ്റ് അതേപോലെ ഷുവർട്ടിക്കും ഉണ്ടാവും. ഷുവർട്ടിക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെ ഉണ്ടാവും. ഒരു ക്രെഡിറ്റർക്ക് ഉണ്ടാവുന്ന അതേ റൈറ്റ്. അതാണ് റൈറ്റ് ഓഫ് സബ്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനടുത്തതാണ് റൈറ്റ് ഓഫ് ഇൻഡിമിനിറ്റി. റൈറ്റ് ഓഫ് ഇൻഡിമിനിറ്റി. സോ റൈറ്റ് ഓഫ് ഇൻഡിമിനിറ്റി എന്ന് പറയുന്നത് there is an implied promise by the principal debtor to the indemnify the surety. അപ്പോൾ ഷുവർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ത് ചെയ്യണം, നികത്തണം എന്നുള്ളൊരു ഇംപ്ലൈഡ് പ്രോമിസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദ ഷുവർട്ടി ഈസ് എൻറ്റൈൽ ടു റിക്കവർ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ വാട്ട് എവർ എമൗണ്ട് ഹി ഹാസ് റൈറ്റ്ഫുള്ളി പെയ്ഡ്. അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് വേണ്ടിയിട്ട് റൈറ്റ്ഫുള്ളായിട്ട് നൽകിയ എന്തൊക്കെ എമൗണ്ട് ഉണ്ടോ അതൊക്കെ തിരിച്ച് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മൾ ഷുവർട്ടിക്കുണ്ട്. അണ്ടർ ദി ഗ്യാരണ്ടി ബട്ട് നോ എമൗണ്ട് വിച്ച് ഹാസ് പെയ്ഡ് റോങ്ഫുള്ളി. തെറ്റായിട്ട് കൊടുത്തൊരു എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള അവകാശമില്ല. പക്ഷേ റൈറ്റ്ഫുള്ളി ആയിട്ട് എന്തൊക്കെ എമൗണ്ട് നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് നൽകിയിട്ടുണ്ടോ അത് തിരിച്ച് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മൾ ഷുവർട്ടിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഷുവർട്ടിക്ക് ക്രെഡിറ്റേഴ്സിനെതിരെയുള്ള റൈറ്റാണ്. സോ എന്തൊക്കെയാണ് ക്രെഡിറ്റേഴ്സിനെതിരെ ഷുവർട്ടിക്കുള്ള റൈറ്റുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സെക്യൂരിറ്റീസ് ആണ്. ഷുവർട്ടി ഈസ് എൻറ്റൈൽ ടു ദി ബെനിഫിറ്റ് ഓഫ് എവറി സെക്യൂരിറ്റീസ് വിച്ച് ദി ക്രെഡിറ്റർ ഹാസ് ദ എഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്റർക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെയുള്ള ഉണ്ടാവുന്ന എല്ലാ ബെനിഫിറ്റായി കിട്ടുന്ന സെക്യൂരിറ്റീസിൻ്റെ അവകാശം പിന്നെ ആർക്കുണ്ടാവും, നമ്മുടെ
ഷുവർട്ടിക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ വെൻ ദ കോൺട്രാക്റ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ദി ഷുവർട്ടിഷിപ്പ്, ഷുവർട്ടിഷിപ്പിലേക്ക് എൻറ്റർ ചെയ്ത കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റർക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെ ഉണ്ടാകുന്ന സെക്യൂരിറ്റി അഡ്വാൻറ്റേജസ് ഒക്കെ പിന്നെ ആർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും, അത് നമ്മളെ ഷുവർട്ടിക്കും കിട്ടുന്നതാണ്. ദെൻ റൈറ്റ് ടു ക്ലെയിം ഓഫ് സെറ്റ് ഓഫ്. റൈറ്റ് ടു ക്ലെയിം ഓഫ് സെറ്റ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കൗണ്ടർ ക്ലെയിം ഓർ ഡിഡക്ഷൻ ഫ്രം ദി എമൗണ്ട് ഓഫ് ലോൺ ഓൺ ബീയിങ് സ്യൂഡ് ബൈ ദി ക്രെഡിറ്റർ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഒരു ഉദാഹരണം വെച്ചാൽ നമ്മളെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ നമ്മൾ ക്രെഡിറ്റർക്കുള്ള ഒരു 1,00,000 രൂപയാണെങ്കിൽ 50,000 രൂപ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി 50,000 രൂപ എന്ത് ചെയ്തു, മൂപ്പര് ഡിഫോൾട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ മൂപ്പര് ഡിഫോൾട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 50 രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മളെ ഷുവർട്ടി ഈ ക്രെഡിറ്റർക്ക് നൽകിയാൽ മതി. റൈറ്റ് ടു സബ്രഗേഷൻ. റൈറ്റ് ടു സബ്രഗേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഷുവർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്ററുടെ ഷൂവിലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ സിറ്റുവേഷനിലേക്ക് വന്നിട്ട് ആ റൈറ്റ് വെച്ചിട്ട് ഡെപ്റ്ററെ കയ്യിൽ നിന്ന് പണം തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതാണ്. അതെങ്ങനെ നോക്കാം. ആഫ്റ്റർ ഷുവർട്ടി പേ ദി ഗ്യാരണ്ടി ഡെപ്റ്റ് ആൻഡ് പെർഫോം ദി ഗ്യാരണ്ടി ഡ്യൂട്ടി, ഹി ബിക്കം എൻടൈൽഡ് ടു എവറി റെമഡി വിച്ച് എ ക്രെഡിറ്റർ ഹാസ് അഗെയിൻസ്റ്റ് ദി ഡെപ്റ്റർ. അപ്പോൾ ഷുവർട്ടി പ്രിൻസിപ്പൽ ഡെപ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യാത്ത എമൗണ്ടൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഷുവർട്ടി റീപേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രെഡിറ്റർക്ക് ഒരു ഡെപ്റ്റർക്കെതിരെ ഉണ്ടാവുന്ന റൈറ്റൊക്കെ ആർക്ക് കിട്ടാവും, ഒരു ഷുവർട്ടിക്ക് ഉണ്ടാവും. സോ ഷുവർട്ടി സ്റ്റെപ്പ് ഇൻ ടു ദി ഷൂ ഓഫ് ദി ക്രെഡിറ്റർ ആൻഡ് എക്സൈസ് ഓൾ ഹിറ്റ്സ് റൈറ്റ് ആസ് എ ക്രെഡിറ്റർ. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഷുവർട്ടിയിൽ നിന്ന് ഒരു ക്രെഡിറ്ററായിട്ട് മാറിയിട്ട് പിന്നെ ഡെപ്റ്ററെ കയ്യിൽ നിന്ന് ആ ഫണ്ട് അല്ലെങ്കിൽ ആ പെർഫോമൻസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാനുള്ള കഴിവ് അധികാരം ആർക്കുണ്ടാവും, നമ്മുടെ ഷുവർട്ടിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. വേറൊരു കേസ് എന്ന് വെച്ചാൽ ഷുവർട്ടിക്ക് റൈറ്റ് എപ്പോഴാണ് കിട്ടുമോ വെച്ചാൽ വെൻ ഷുവർട്ടി ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഫുള്ളി. അപ്പോൾ ആ ലയബിലിറ്റി ഫുള്ളായിട്ട് നമ്മളെ ഷുവർട്ടി ഡിസ്ചാർജ് ചെയ്താൽ മാത്രമേ ആ റൈറ്റ് കിട്ടുള്ളൂ. നോട്ട് ഇൻ പാർട്ട് ഓഫ് ഓൾ ദി ലയബിലിറ്റി. അപ്പോൾ ഒരു പാർട്ട് മാത്രം ചെയ്തൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു റൈറ്റ് കിട്ടില്ല. ദെൻ റൈറ്റ് ടു ഇൻസിസ്റ്റ് ക്രെഡിറ്റർ ടു സ്യൂ. അപ്പോൾ ക്രെഡിറ്ററിനോട് ഡെപ്റ്റർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ആർക്ക് പറയാം, നമ്മൾ ഷുവർട്ടിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അറ്റ് എനി ടൈം ആഫ്റ്റർ ദി ഗ്യാരണ്ടി ഡെപ്റ്റ് ബിക്കം ഡ്യൂ ആൻഡ് ബിഫോർ ബീയിങ് കോൾഡ് upon to pay, the surety may insist the creditor suing these debtor to recover the guarantee debt. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെപ്റ്ററോട് ആ പണം റിക്കവർ അല്ലെങ്കിൽ ഡെപ്റ്ററോട് ആ പണം റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഡെപ്റ്ററെ കയ്യിൽ നിന്ന് ആ പണം റീപേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെപ്റ്റർക്കെതിരെ കേസ് കൊടുക്കാൻ എന്ത് ചെയ്യുക, ക്രെഡിറ്ററോട് പറയാനുള്ള അവകാശം ആർക്കുണ്ട്, ഷുവർട്ടിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തതാണ് റൈറ്റ് എഗെയിൻസ്റ്റ് ദി കോ ഷുവർട്ടീസ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഷുവർട്ടീസ് ഉണ്ടാകുമ്പോഴാണ് ദേ വിൽ കോൾഡ് ആസ് കോ ഷുവർട്ടീസ് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഒരു ഷുവർട്ടിക്ക് മറ്റൊരു ഷുവർട്ടിക്കെതിരെയുള്ള റൈറ്റ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ റൈറ്റ് എഗെയിൻസ്റ്റ് ദി കോ ഷുവർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ക്ലെയിം ദി കോൺട്രിബ്യൂഷൻസ്. വെൻ there are several co-sureties and one of has compelled to pay the entire debt of the principal debtor, in such surety അല്ലെങ്കിൽ co-surety will be entitled to following right against the other sureties. അതായത് ഒരു നിശ്ചിത കാരണത്താൽ നമ്മൾ co-suretyയിൽ ഒരാളോട് പറഞ്ഞു എല്ലാ എമൗണ്ടും റീപേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ഡിഫോൾട്ട് ചെയ്ത പൈസ ഒരൊറ്റ പ്രിൻസിപ്പളോട് അല്ലെങ്കിൽ ഒരൊറ്റ ഷുവർട്ടിനോട് പറഞ്ഞാൽ എല്ലാം റീപേയ്മെൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന റൈറ്റ് എന്തൊക്കെയെന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഫസ്റ്റത്തെ റൈറ്റ് എന്ന് പറയുന്നത് കോ ഷുവർട്ടി ലേബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ഇത്രേ ഉള്ളൂ, എല്ലാ
എന്താ പറയുക, ഷുവർട്ടി ഇങ്ങനെ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഈ ഒരു ഡെപ്റ്ററിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കടം അല്ലെങ്കിൽ ഡിഫോൾട്ട് എഴുതി തള്ളാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കേസ് വെച്ചാൽ ദ ലയബിലിറ്റി ഓഫ് കോ ഷുവർട്ടി ഷുഡ് ബൗണ്ട് ഇൻ ഡിഫറൻറ്റ് സം. ചില സമയത്ത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ചാൽ കോ ഷുവർട്ടിൻ്റെ കേസ് പറയാം. കോ ഷുവർട്ടി ലേബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. അതായത് നമ്മൾ എ ബി സി എന്ന ഒരു കോ ഷുവർട്ടികൾ ഉണ്ടായിരുന്നു. അവരെന്ത് സെഡ് എന്ന അല്ലെങ്കിൽ എച്ച് എന്നൊരാൾക്ക് കടം കൊടുക്കുന്നതിന് ഗ്യാരണ്ടി നിന്നു സെഡിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എച്ച് നാളെന്ത് ചെയ്തു, പൈസ കൊടുത്തില്ല. 6000 രൂപയാണ് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ കോ ഷുവർട്ടി ലേബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോ ഷുവർട്ടി എന്ത് 2000 രൂപ വെച്ചിട്ട് നമ്മൾ ഈ സെഡ് എന്ന ആൾക്ക് എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് ചെയ്യണം. അതാണ് യൂഷ്വലി ഉണ്ടാവാറ്. ഓക്കെ അല്ലേ? ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലയബിലിറ്റി ഓഫ് കോസ് ഷുവർട്ടി ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. അതായത് നമ്മളെന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയും ബിയും സിയും കൂടി ചേർന്ന് എച്ച് എന്നൊരാൾക്ക് ജാമ്യം നിന്നു അല്ലെങ്കിൽ ഗ്യാരണ്ടി നിന്നു സെഡിൻ്റെ കയ്യിൽ നിന്ന് പണം. അപ്പോൾ സെഡിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, എച്ചിന് ഒരു 6000 രൂപ കിട്ടി. 6000 രൂപ കിട്ടി. പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ കോൺട്രാക്റ്റ് വെച്ച് എ ബി സി ഒരു കോൺട്രാക്റ്റ് വെച്ചിരുന്നു. ഇയാൾക്ക് എന്തെങ്കിലും ഇയാളെന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഈ ക്രെഡിറ്റർ കൊടുക്കുന്ന എമൗണ്ടിൽ ഒരു ചെറിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ എ എന്നൊരാൾ എന്ത് ചെയ്തു, ഈ ടോട്ടൽ എമൗണ്ടിൽ 1/4 പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരാളും പറഞ്ഞു ഞാൻ അതിനെ 3 അല്ലെങ്കിൽ 2/4 ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു ഞാൻ അതിൻ്റെ 1/4 ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു പ്രൊപ്പോർഷനാണ്. അപ്പോൾ ടോട്ടൽ 6000 രൂപേൻ്റെ 1/4 എന്ത് ചെയ്യും, എ റീപേയ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ 2/4 ആര് ചെയ്യും, ബി ചെയ്യും. അതുപോലെ 1/4 എന്ത് ചെയ്യും, സി റീപേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവരൊക്കെ കൂടി ചേർന്ന് ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യും, സെഡിന് എന്തെങ്കിലും നൽകുന്നുണ്ട്. പക്ഷേ ഡിഫറൻറ്റ് സം ആണെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്രേ ഉള്ളൂ. റൈറ്റ് എഗെയിൻസ്റ്റ് കോ ഷുവർട്ടീൻ്റെ കേസിൽ ഫസ്റ്റത്തെ റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് ടു കോൺട്രിബ്യൂഷൻ ആണ്. റൈറ്റ് ടു കോൺട്രിബ്യൂഷൻ മീൻസ് ഈച്ച് ആൻഡ് എവരി കോ സെക്യൂരിറ്റി അല്ലെങ്കിൽ കോ സെക്യൂരിറ്റീസ് ഹാവ് ടു ബ്രിങ് ദി കോൺട്രിബ്യൂഷൻ. ചില സമയത്ത് അവിടെ ഓൾറെഡി ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ബ്രിങ് ദ ലയബിലിറ്റി ഇൻ ഡിഫറെൻറ്റ് സംസ് എന്ന് പറയുന്നു. ഓക്കെ. റിലീസ് ഓഫ് കോ ഷുവർട്ടി. വെൻ ദർ ആർ കോ ഷുവർട്ടി, a release by the creditor, one of them does not discharge the others. അപ്പോൾ ഒരു കോ ഷുവർട്ടീനെ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യാണ് ആര്, ക്രെഡിറ്റർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലയബിലിറ്റീസ് ഒന്നും ഡിസ്ചാർജ് ആവുന്നില്ല എങ്കിൽ പോലും ഇറ്റ് ഓൾസോ ഡസ് നോട്ട് ഫ്രീ ദി ഷുവർട്ടി ഓഫ് റിലീസ്ഡ് ഫ്രം ദി ഇസ് ലയബിലിറ്റി ടു ദി അതർ ഷുവർട്ടീസ്. അപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ബി സി എന്നൊരു ഷുവർട്ടീസ് ഉണ്ടായിരുന്നു. അയാൾ സെഡ് എന്നൊരാൾക്ക് എന്ത് ചെയ്യുന്നു, പണത്തിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നു. പക്ഷേ എച്ച് എന്നൊരാൾക്ക് ജാമ്യം നിന്നു, സെഡിൻ്റെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത്. അപ്പോൾ സെഡ് പറഞ്ഞു എനിക്ക് സി പണം തരണ്ട, സി എന്ത് ചെയ്യണ്ട, ഗ്യാരണ്ടി ആയിട്ട് നിൽക്കണ്ട, എ ബി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ പോലും ഇവിടെ സിയുടെ ലയബിലിറ്റീസ് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. സിക്ക് ലയബിലിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ ഈ സിയും കൂടി ചേർന്നിട്ടാണ്, എ ബി സി കൂടി ചേർന്നിട്ടാണ് എച്ച് എന്നൊരാൾക്ക് ഗ്യാരണ്ടി നിന്നത്. അതുകൊണ്ട് തന്നെ എച്ച് ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ എ ബിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ട് സെഡിൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യേണ്ടത് കടമ സിക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ലാസ്റ്റത്തെ റൈറ്റ് ടു ഷെയർ ദി ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റി. ഇപ്പോൾ സെക്യൂരിറ്റീൻ്റെ ബെനിഫിറ്റ് എന്തെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ഷെയറിൻ്റെ അവകാശമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അറ്റ് ദ ടൈം ഓഫ് ഗ്യാരണ്ടീസ് if any security is received by one of the co-securities from the principal debtor or any payment of the debts, he receive any security from the creditors. So other co-securities also entitled to the equally share the benefit of such securities. അതായത് ഒരു കോൺട്രാക്റ്റ് തുടങ്ങുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റീസ് കിട്ടുകയാണെങ്കിലോ
അതല്ലെങ്കിൽ നമ്മൾ ഷുവർട്ടിഷിപ്പ് വെച്ചിട്ട് ആ കോൺട്രാക്റ്റ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കിട്ടുകയാണെങ്കിലോ എന്തായാലും അത് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം ഈക്വലി. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ദി ലയബിലിറ്റി. ഷുവർട്ടിനെ അയാളുടെ ലയബിലിറ്റി എന്നുള്ള ഡിസ്ചാർജാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി മീൻസ് ടെർമിനേഷൻ ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്ന് പറയുന്നത് അയാളുടെ ലയബിലിറ്റി എന്നുള്ള അയാളുടെ ടെർമിനേഷൻ തന്നെയാണ്. സോ ഷുവർട്ടി സെഡ് ടു ബി ഡിസ്ചാർജ് വെൻ ഹിസ് ലയബിലിറ്റി കം ടു എൻ എൻഡ്. അപ്പോൾ ഷുവർട്ടീനെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അയാളുടെ ലയബിലിറ്റി എപ്പോഴാണ് അവസാനിക്കുന്നത് അപ്പോഴാണ് അയാളുടെ ലയബിലിറ്റി എന്നുള്ള ഡിസ്ചാർജ്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡിസ്ചാർജ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ റിവോക്കേഷൻ. റിവോക്കേഷൻ മീൻസ് എന്താണ്? എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ക്യാൻ ബി റിവോക്ക് ബൈ ദി ഷുവർട്ടി ഇൻ ദി ഫോളോയിങ് കേസസ്. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന കേസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷുവർട്ടിക്ക് അയാളുടെ ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ നിന്ന് റിവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റത്തെ മെത്തേഡാണ് റിവോക്കേഷൻ ബൈ ദി നോട്ടീസ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഗ്യാരണ്ടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദി കേസ് ഓഫ് കണ്ടിന്യൂസ് ഗ്യാരണ്ടി ബൈ ഗിവിങ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദി ഷുവർട്ടി ഹീ ക്യാൻ റിലീവ് ഫ്രം ഹിസ് ലയബിലിറ്റി വിത്ത് റെസ്പെക്റ്റ് ഓഫ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ്. അപ്പോൾ കണ്ടിന്യൂറ്റി ഗ്യാരണ്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായത്, ഷുവർട്ടിക്ക് അയാളുടെ ലയബിലിറ്റീസ് നിന്നൊക്കെ റിലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ഫ്യൂച്ചർ ട്രാൻസാക്ഷനിലെ ലയബിലിറ്റിയിൽ നിന്ന് മാത്രമേ റിലീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ടേക്ക് പ്ലേസ് ചെയ്ത ട്രാൻസാക്ഷൻ ഒരിക്കലും അയാൾക്ക് എന്തില്ല, ഒരു ലയബിലിറ്റിയിൽ നിന്ന് ഒരു എസ്കേപ്പോ റിലീവോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ റിവോക്കേഷൻ ബൈ ഡെത്ത് ഓഫ് ദി ഷുവർട്ടി. ഇൻ കേസ് ഓഫ് ദി കണ്ടിന്യൂസ് ഗ്യാരണ്ടി ദി ഡെത്ത് ഓഫ് ദി ഷുവർട്ടി discharge him from all the liability as he regards a transaction after his death unless there is no contract to contrary. അപ്പോൾ അയാളുടെ ഡെത്തിന് ശേഷമുള്ള ലയബിലിറ്റീസിനൊന്നും അയാൾക്ക് എന്തില്ല, ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നില്ല. ഓൺലി അപ് ടു ദി ഡെത്ത് വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഷുവർട്ടി എന്ത് ചെയ്താൽ മതി, റെസ്പോൺസിബിൾ ആയാൽ മതി എന്നാണ് പറയുന്നത്. റിവോക്കേഷൻ ബൈ ദി നോട്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഴയൊരു അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന് പകരം ഒരു പുതിയൊരു കോൺട്രാക്റ്റ് കൊണ്ടുവന്നിട്ട് പഴയ കോൺട്രാക്റ്റിനെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നോട്ടേഷൻ. അപ്പോൾ അങ്ങനെ നോട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ പഴയ കോൺട്രാക്റ്റ് പ്രകാരം മാത്രമാണ് ഈ ഷുവർട്ടിക്ക് എന്തുള്ളൂ, ലയബിലിറ്റീസ് ഉള്ളെങ്കിൽ പുതിയ കോൺട്രാക്റ്റ് പ്രകാരം അയാൾക്ക് ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റിൽ നിന്ന് എസ്കേപ്പ് ആയി അല്ലെങ്കിൽ അയാൾ ആ കോൺട്രാക്റ്റിൽ നിന്ന് ടെർമിനേറ്റ് ആയി കണക്കാക്കുന്നതാണ്. അടുത്തതാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദി കോൺടാക്ട്സ് ഓഫ് ദി ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്ററെ പെരുമാറ്റം കാരണം ഉണ്ടാവുന്ന ഡിസ്ചാർജസ് ആണ് ഷുവർട്ടീൻ്റെ. എങ്ങനെ നോക്കാം. ആദ്യത്തേതാണ് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്സ്. അപ്പോൾ ക്രെഡിറ്ററിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വന്നിട്ടുണ്ടോ കോൺട്രാക്റ്റിലേക്കോ, അതായത് ഷുവർട്ടി അറിയാതെ നമ്മളെ ക്രെഡിറ്ററും അതുപോലെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ആ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഷുവർട്ടിക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം ഉണ്ട്. ദെൻ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്റർ പറയുകയാണ് ഇനി പ്രിൻസിപ്പൽ ഡെപ്റ്റർ എനിക്ക് പണം തരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അയാളെ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ അയാളെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഷുവർട്ടിക്കും എന്ത് ചെയ്തു, അയാളെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് കണക്കാക്കുന്നതാണ്. കോമ്പൗണ്ടിങ് ബൈ ദി ക്രെഡിറ്റർ വിത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ആ പ്രിൻസിപ്പൽ ഡെപ്റ്ററുമായിട്ട് ക്രെഡിറ്റർ എന്ത് ചെയ്യും, യോജിച്ച് പോകുന്നതൊക്കെയാണ് പറയാനുള്ളത്. ദെൻ അങ്ങനെ കേസ് ഉണ്ടാവുകയാണെങ്കിൽ, യോജിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തുചേർന്ന് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. സോ വെൻ ദ ക്രെഡിറ്റർ മേക്ക് കോമ്പോസിഷൻ വിത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും യോജിച്ച് പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ ഷുവർട്ടി പണം നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വെൻ ദ ക്രെഡിറ്റർ പ്രോമിസ് ടു ഗീവ് ടൈം ടു ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് അയാളുടെ പേയ്മെൻറ്റ് അടക്കമുള്ള സാവകാശം നൽകുകയാണെങ്കിലും നമ്മളെ ഷുവർട്ടിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
പണം അയാളുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വെൻ ദി ക്രെഡിറ്റർ പ്രോമിസ് ടു നോട്ട് ടു സ്യൂ ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പോൾ ക്രെഡിറ്റർ പറഞ്ഞു പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെ ഞാൻ കേസ് എടുക്കാൻ പോകുന്നില്ല. അങ്ങനെയും പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ ഷുവർട്ടിൻ്റെ ലയബിലിറ്റിന് എന്ത് ചെയ്യും, ഡിസ്ചാർജായി മാറി എന്നാണ് പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദി കോൺട്രാക്ട്സ് ഓഫ് ക്രെഡിറ്ററിൻ്റെ നമ്മൾ ആദ്യത്തെ വേരിയേഷൻ ഫ്രം ദി ടേംസ് ഓഫ് കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ റിലൈസ് ഡിസ്ചാർജ് ബൈ ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ദെൻ കോമ്പൗണ്ടിങ് ബൈ ദി ക്രെഡിറ്റർ വിത്ത് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ദെൻ അടുത്തതാണ് ഇംപയറിങ് ദി ഷുവർട്ടി റെമഡീസ്. സോ ഇഫ് ദ ക്രെഡിറ്റർ ഗോസ് എനി ആക്ട് which is inconsistent with the right of the surety or omitting to do any act which is required to him as his duty towards the surety, and due to such act or omissions eventually remedies available to surety against the principal debtors impired, then the surety is discharged. So ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് എനിക്കും അറിയാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരാൾ എന്ത് ചെയ്തു, ഒരു ABC കമ്പനിയിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു ഇവൻ നല്ലൊരാളാണ്, നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്, ഇയാളെ ഞാൻ വിശ്വസിക്കാം, ഇയാൾക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യാഷ്യറായിട്ട് അയാളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വൺസ് ഇൻ എ മന്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാഷും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ കമ്പനി മുതലാളി പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അപ്പോയിൻ്റ് ചെയ്തത്. പക്ഷേ ആ മുതലാളി ഒരിക്കലും വൺസ് ഇൻ എ മന്ത് ചെക്ക് ചെയ്തില്ല. പക്ഷേ മൂപ്പര് ഒരു 2-3 മാസം കൂടുമ്പോഴാണ് ക്യാഷൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെത്തി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു മാൽ പ്രാക്ടീസ് ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് എന്തൊക്കെ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്പനി മുതലാളി എന്നോട് അതിൻ്റെ കോമ്പൻസേഷൻ നൽകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് ഇഫ് ദ ക്രെഡിറ്റർ ഡസ് നോട്ട് ആക്ട് വിച്ച് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ റൈറ്റ് ഓഫ് ദി ഷുവർട്ടി. അപ്പോൾ ഷുവർട്ടി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് ഷുവർട്ടി പറഞ്ഞതാണ് 1 മാസം കൂടും തോറും നമ്മളെ ക്യാഷ്യറിലുള്ള പൈസ മുതലാളി അല്ലെങ്കിൽ കമ്പനി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി 2 മാസം 3 മാസം കൂടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഷുവർട്ടി ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ലോസ് ഓഫ് സെക്യൂരിറ്റീസ്, അതായത് നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഒരു ഉദാഹരണം എ എന്നൊരാൾ സെഡ് എന്നൊരാളേക്ക് എന്ത് ചെയ്തു പണം വാങ്ങി. ഇതിന് ബി എന്നൊരാൾ എന്ത് ചെയ്തു ഷുവർട്ടി ആയിട്ട് നിന്നു. അപ്പോൾ ആ സമയത്ത് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എ എന്നൊരാൾ എന്ത് ചെയ്തു, ഇയാൾക്ക് സെഡിന് സെക്യൂരിറ്റി ആയിട്ട് ഒരു വസ്തു കൊടുത്തു, ഒരു അസറ്റ് കൊടുത്തു, അസറ്റ് നൽകി. ദെൻ ഈ അസറ്റ് എന്ത് ചെയ്തു, സെഡ് എന്നൊരാൾ എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ബി എന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷുവർട്ടീൻ്റെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റിൻ്റെ മൂല്യം കുറച്ച് ബാക്കി എത്ര ഉണ്ടാവുള്ളൂ അത്ര എന്തുണ്ടാവുള്ളൂ ബിയുടെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നുള്ളൂ. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദി ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട്സ് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ ഷുവർട്ടീൻ്റെ ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന പിഴവ് പ്രകാരം അല്ലെങ്കിൽ ഇൻവാലിഡ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അയാളുടെ ലയബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ഫസ്റ്റത്തെ കേസ് നോക്കിയാൽ എ ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ ദി മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി അല്ലെങ്കിൽ കൺസീൽമെൻറ്റ്. അപ്പോൾ മിസ് റെപ്രസെൻറ്റേഷൻ വഴി എന്ത് ചെയ്യുന്ന ഒരാൾ ഗ്യാരണ്ടി ഒപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അതെന്തായി ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജായി മാറുകയും ചെയ്തു. അതല്ലെങ്കിൽ വെൻ ദി കോ ഷുവർട്ടി ഡസ് നോട്ട് ജോയിൻ ദി then the co-surety does not join. അപ്പോൾ co-surety ജോയിൻ ചെയ്യാത്ത സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടുന്നത്? സോ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്രെഡിറ്റർ എന്ത് ചെയ്യില്ല, അയാളുടെ പവർ ഒരിക്കലും അല്ലെങ്കിൽ ഹി വിൽ നോട്ട് ആക്ട് അൻറ്റിൽ ദി അതർ പേഴ്സൺ ഹാസ് ജോയിൻഡ് ആസ് എ co-surety ആയിട്ട് മറ്റൊരാൾ ജോയിൻ ചെയ്യുന്നത് വരെ നമ്മളെ ക്രെഡിറ്റർ എന്ത് ചെയ്യില്ല, ആക്ട് ചെയ്യില്ല എന്ന രീതിയിലുള്ളൊരു കോൺട്രാക്റ്റിൻ്റെ ഗ്യാരണ്ടിയിലാണ്
നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഗ്യാരണ്ടി എന്താണ്, ഒരു നോട്ട് വാലിഡ് ഗ്യാരണ്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഫ് അതർ പേഴ്സൺ ഡസ് നോട്ട് ജോയിൻറ്റ് എന്താണ്, നമുക്ക് അതിൻ്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷുവർട്ടിക്ക് മറ്റൊരാൾ ജോയിൻ ചെയ്യുന്നത് വരെ ആ കോൺട്രാക്റ്റിലേക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷുവർട്ടി നൽകേണ്ട ആവശ്യമില്ല. സോ ഹീ ഈസ് ഫ്രീ ഫ്രം ദി ലയബിലിറ്റീസ്. അടുത്തത് ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻസ്. വേർ ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദർ ഈസ് എ ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ ആസ് ബിറ്റ്വീൻ ദി ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെബ്റ്റർ, ദ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ്. ഇവിടെ പ്രിൻസിപ്പൽ ഡെബ്റ്റർക്ക് നമ്മളെ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് കൺസിഡറേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് കൊണ്ട് തന്നെ നമ്മളെ ഷുവർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ ലയബിലിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ലാക്ക് ഓഫ് എസെൻഷ്യൽ ഓഫ് ഇലമെൻറ്റ്സ്, ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യലായിട്ട് ഇലമെൻസിൻ്റെ അപാകതകൾ ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്തില്ല, നമ്മളെ ഷുവർട്ടിക്ക് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല.